മെല്ലെ വലിക്കാൻ പറ്റുക. ഭാഗത്ത് കട്ട് ചെയ്യുന്നു ഈസി ആയിട്ട്. ഈ ഭാഗത്ത് കട്ട് ചെയ്യുന്നു. എടുത്തിട്ട് ഒരു വലി വലിച്ചു കഴിഞ്ഞാൽ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ പഠിച്ചതാണ്. എനിക്ക് തോന്നുന്നു 200-ന് മുകളിൽ കെട്ടുകൾ, നിത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെട്ടുകൾ നിങ്ങൾ ഈ ചാനൽ പഠിച്ചതാണ്. അതായത് ചൂല് കെട്ടുന്നത്, അതുപോലെ താലി കെട്ടുന്നത്, അതുപോലെ കിണറിൽ വീണ മൃഗങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തുന്ന കെട്ട്, അതുപോലെ ചാക്ക് കെട്ടുന്നത്, അതുപോലെ വിറക് കെട്ടുന്നത്, അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് നിത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള കെട്ടുകളാണ്. പക്ഷെ നമുക്ക് അത്രയ്ക്കും അത്യാവശ്യമുള്ള കെട്ടുകളെ പറ്റി ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാനൊരു കെട്ട് അല്ല ചെയ്യുന്നത്, പകരം ഒരു കെട്ടഴിക്കാനുള്ള ശ്രമത്തിലാണ്. സാധാരണഗതിയിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ വീട്ടിലേക്ക് ചാക്കിൽ അരി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കെട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു നൂല് അഴിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതെങ്ങനെ അവസാനം പറിച്ച് ആകെ ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് എടുത്ത ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു സുഹൃത്ത് ഷിജുവേട്ടന്റെ റേഷൻ ഷാപ്പിലേക്ക് ഒന്ന് പോയിട്ട് അവിടുന്ന് അദ്ദേഹം ഈ ചാക്കിന്റെയൊക്കെ നൂലഴിക്കുന്നത് എളുപ്പം അഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാൻ ഷിജുവേട്ടന്റെ റേഷൻ ഷാപ്പിൽ എത്തിയിട്ടുണ്ട്. അതിൽ തിരക്കൊന്നുമില്ലാത്ത സമയത്തോടെ തന്നെ കുഴപ്പമില്ല, അദ്ദേഹം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. ഇഷ്ടംപോലെ ചാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അദ്ദേഹം ഒരു ചാക്ക് എടുത്തു. ഈ ചാക്കിന്റെ മുകളിലുള്ള സ്റ്റിച്ച് നിങ്ങൾക്ക് കാണാം. ഒരു സൈഡിൽ ആണ് അതിന്റെ സ്റ്റിച്ച് ഇതുപോലെ കാണുക, ഇതുപോലെ കാണുക. മറ്റേ സൈഡിൽ ഒരു നൂല് പോലെ ആയിരിക്കും കാണുക. ഇത് ഒരു സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് കാണും, മറ്റേ സൈഡ് ഏതായാലും ഞാൻ ഈ വീഡിയോന്റെ അവസാനം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഈ സമയത്ത് അത് കണ്ടില്ല. ഇതിന്റെ നൂലിന്റെ നിങ്ങൾ ആ സ്റ്റിച്ച് കാണാം. സ്റ്റിച്ചിൽ ഇങ്ങനെയാണ് ഷേപ്പ് ഉണ്ടാവുക, ഒരു ഡി പോലെ. അതായത് മുന്നോട്ട് അവിടുന്ന് ഒരു ഡി പോലെ ഇതുപോലെയാണ് സ്റ്റിച്ച് ഉള്ളത്. ആ ഭാഗത്താണ് കട്ട് ചെയ്യേണ്ടത്, ഈ ഭാഗത്തല്ല കട്ട് ചെയ്യേണ്ടത്, അപ്പുറത്താണ് കട്ട് ചെയ്യേണ്ടത്. അത് കട്ട് ചെയ്യുന്ന സ്ഥലം മനസ്സിലാക്കാനാണ് ആ ഒരു ഷേപ്പ്, ആ ഒരു കെട്ടിന്റെ ഷേപ്പ്, അതിന്റെ സ്റ്റിച്ചിന്റെ ഷേപ്പ് നോക്കുക. ഇതുപോലെ അങ്ങനെ മുന്നോട്ട് എവിടെയാണോ ആ ഭാഗത്ത് വേണം കട്ട് ചെയ്യാൻ. അതായത് നമ്മൾ ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം നേരെ മറുവശത്ത് എടുക്കുക. മറുവശത്ത് ഒറ്റ സ്റ്റിച്ച് പോലെ ഉണ്ടാവുക. അവിടുന്ന് ആ നൂല് വലിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ കെട്ട് അഥവാ ഈ സ്റ്റിച്ച് അഴിച്ചെടുക്കാൻ പറ്റും. ഇതിനാണ് ഞാൻ ഒരുപാട് ബ്ലേഡൊക്കെ എടുത്തിട്ട് അവിടെ എവിടെയും നമ്മുടെ അറഞ്ചം പുറഞ്ചം എന്നാണ് നൂലിനെ വെട്ടി മാറ്റിയത്. വളരെ സിമ്പിളായിട്ട് ഒന്നുകൂടെ കാണിക്കാം. പലരും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക. ഇതിൽ നോക്കാം, ഈ ഭാഗത്തെ സ്റ്റിച്ച് കാണാം. ഇങ്ങനെയാണ് ഡി, മുന്നോട്ടാണ്, ഇങ്ങനെയാണ് ഷേപ്പുള്ളത്. അപ്പോൾ ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി അഥവാ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് കട്ട് ചെയ്തത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അപ്പുറത്ത് വലിച്ച് കിട്ടുന്നില്ലെങ്കിൽ മറുവശത്ത് പോയിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി ആ ഡിയുടെ ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഈ ഭാഗത്ത് കട്ട് ചെയ്തതിന് ശേഷം ഈ വശത്തുള്ള നൂല് വളരെ ഈസി ആയിട്ട് ഇതുപോലെ വലിച്ചങ്ങ് ഊർത്തിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ശരിക്കും ഒരു ഹിമാലയൻ ടാസ്ക് ആയിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലൊക്കെ 5 കിലോൻ്റെ 10 കിലോൻ്റെ അരി വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അത് കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു. അത്ര വലിയ പണിയൊന്നുമില്ല ഇതിന്. നോക്കിയാൽ നമ്മൾ നേരത്തെ അഴിച്ച ചാക്ക് റെഡി. അപ്പോൾ ഷിജുവേട്ടൻ പറഞ്ഞു പേടിക്കേണ്ട, ഒന്നുകൂടെ കാണിച്ചു തരാം. അങ്ങനെ ഏതായാലും ഒരു ആട്ടപ്പൊടിയുടെ ചാക്കും കൂടി എടുത്തിട്ടുണ്ട്. നോക്കാം. ഇവിടെ സ്റ്റിച്ച്, ഇതിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. സ്റ്റിച്ചിന്റെ ഷേപ്പ് നോക്കുക. ആ ഷേപ്പിന്റെ പ്രത്യേകതയുണ്ട്. ഇതിന്റെ മുന്നോട്ട് നോക്കാം. ആ ഒരു ഡി ഷേപ്പ് ഇങ്ങോട്ടേക്കാണ് ഷേപ്പ്. ഇതുപോലെയാണ് ആ സ്റ്റിച്ച് ഉള്ളത്. അപ്പോൾ ആ സ്റ്റിച്ച് അങ്ങനെ കാണുമ്പോൾ അതിന്റെ മുൻവശത്താണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. ഏതായാലും അവിടെ ഒന്ന് കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം നേരെ പിന്നിൽ പോയിട്ട് വലിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. ആ സ്റ്റിച്ച് ഒന്ന് കട്ട് ചെയ്യുക, നേരെ ബാക്ക് സൈഡിൽ നിന്ന് വലിച്ചെടുക്കുക. ഏതായാലും ഞാൻ ഒന്നുകൂടെ ഒരു നൂലൂടെ ഉണ്ട്, അതുകൂടെ ഈസി ആയിട്ട് വലിച്ചെടുക്കാം. വളരെ എളുപ്പം വലിച്ചെടുക്കാൻ പറ്റും. ഇത് റെഡിയായി. ഏതായാലും മൂന്ന് ചാക്ക് നിങ്ങൾക്ക് ഏതായാലും ചെയ്ത് കാണിച്ചു. ഇനി വേണമെങ്കിൽ ഈ ഒരു ചാക്ക്, ഇത് ഞാൻ അഴിക്കുന്നില്ല, ഇതിന്റെ ഷേപ്പ് നോക്കാം. ഇതിന്റെ ഇങ്ങോട്ടേക്കാണ് ആ ഷേപ്പ് ഉള്ളത്, ഡി. അപ്പോൾ അതിന്റെ ഈ സൈഡിലാണ് കട്ട് ചെയ്യേണ്ടത്. ഏതായാലും മുമ്പത്തെ എൻ്റെ ഓർമ്മയാണ്, കഴിഞ്ഞ തവണ വീട്ടിൽ അരി വാങ്ങിയ സമയത്ത് കത്തി കൊണ്ട് അറഞ്ചം പുറഞ്ചം മുറിച്ചൊരു അവസ്ഥയാണ്. പക്ഷെ ഇപ്പോൾ പുതിയൊരു സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ അരി നോക്കാം. ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഐഡിയയിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്തു, സുഖമായിട്ട് അയച്ചെടുത്തു. വളരെ സിമ്പിളായിട്ട് അയച്ചെടുക്കാം. ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് കെട്ടുകളാണ് ഈ ചാനൽ ചെയ്തിരുന്നത്. ഏതായാലും ഇന്ന് കെട്ട് അഴിക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ പറ്റി. ഏതായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക്. കൂടാതെ ബെൽ ബട്ടണും അടിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.